ഇന്ത്യൻ ടീം ഇന്നലെ അവിടെ നിന്ന് പുറപ്പെടും, ബാർബഡോസ് നിന്ന് പുറപ്പെടും എന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ അവർക്ക് വരാൻ പറ്റിയില്ല അല്ലേ? എന്തായാലും അവിടെ കാലാവസ്ഥ ഓക്കെ എന്ന് തോന്നുന്നു. ബാർബഡോസിൽ അല്പസമയത്തിനകം നാട്ടിലേക്ക് തിരിക്കും. നാളെ പുലർച്ചെ 5 മണിക്ക് ടീം ഇന്ത്യയിലെത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. അനിൽ ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വീണ്ടും. അനിൽ, ഇന്നലെ നമ്മൾ കരുതി ഇന്ന് അവരെത്തുമെന്ന്, വലിയ ആഘോഷങ്ങളോടെ അവരെ വരവേൽക്കാനുള്ള ഒരു ആവേശവുമുണ്ട്. പക്ഷേ ഇനി വീണ്ടും നീണ്ടിരിക്കുന്നു അല്ലേ അത്? തീർച്ചയായിട്ടും. എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ ഈ യാത്ര വലിയ അനിശ്ചിതത്വമാണ്. ഒരു ട്വീറ്റ് കണ്ടതാണ്, ലോകകപ്പ് നേടാൻ ഇത്ര കണ്ട് പ്രയാസപ്പെട്ടിട്ടില്ല ടീം ഇന്ത്യ, പക്ഷേ നാട് പിടിക്കാൻ വീട് പിടിക്കാൻ വല്ലാത്ത പെടാപ്പാടെന്നാണ് ആ ഒരു ട്വീറ്റ് ഞാൻ വായിച്ചത്. എന്തായാലും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. 1-ാം തീയതി ആയിരുന്നു ഇന്ത്യൻ ടീം തിരിച്ചു വരാൻ പദ്ധതി ഇട്ടുണ്ടായിരുന്നത്. ലോകകപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഒരു റിസർവ് ഡേയും കൂടി കണക്കാക്കി അടുത്ത ദിവസം തിരിച്ചു വരാനായിരുന്നു എന്തായാലും ഇന്ത്യൻ ടീം പദ്ധതി ഇട്ടത്. പെട്ടെന്നാണ് ബിറൽ ചുഴലിക്കാറ്റ് അവിടെ വലിയ ആശങ്ക സൃഷ്ടിച്ചതും അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ വിമാനങ്ങളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ടീമിൻ്റെ യാത്ര അനിശ്ചിതമായി നീളുകയായിരുന്നു. അപ്പോൾ തന്നെ BCCI ടീമിന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒരുക്കി. പക്ഷേ അതിൻ്റെ കാര്യത്തിലും വലിയ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ ആശ്വാസ വാർത്ത വരികയാണ്. ഇന്ത്യൻ ടീം അല്പസമയത്തിനകം തന്നെ ബാർബഡോസിൽ നിന്ന് യാത്ര തിരിക്കുമെന്നാണ്. ടീമിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ബസ് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. താരങ്ങളൊക്കെ തന്നെ അല്പം തന്നെ സമയം കഴിഞ്ഞ് അതിനകത്ത് കയറുമെന്നും വിമാനത്തിന് അല്പ സമയത്തിന് ഏതാണ്ട് കുറച്ച് സമയത്തിന് മണിക്കൂറുകൾക്ക് തന്നെ ബാർബഡോസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 22 മാധ്യമപ്രവർത്തകരും ഈ സംഘത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു, ബാർബഡോസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവരെയും കൂടി ഈ വിമാനത്തിൽ കൊണ്ടുവരാനുള്ള സംവിധാനം BCCI ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം 7-ാം തീയതി വരെ പുതിയ ബുക്കിംഗ് ഒന്നും തന്നെ ബാർബഡോസിൽ നിന്ന് സ്വീകരിക്കുന്നില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് കൂടി ഇതേ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്കുള്ള വരാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ ടീം നാളെ പുലർച്ചെ 4 മണിക്ക് 5 മണിക്കും ഇടയിൽ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. രാജ്യമൊന്നാകെ കാത്തിരിക്കുകയാണ് നമ്മുടെ വീരന്മാരെ സ്വീകരിക്കാൻ. സ്മിത, ഹാഷ്മി. ഓക്കെ, അപ്പോൾ നീലപ്പട കരുത്തോടെ വരികയാണ്, കയ്യിലൊരു കപ്പൊക്കെ ആയിട്ട്. അപ്പോൾ അത് വീരോചിതം രാജ്യം സ്വീകരിക്കുകയുമാണ് അല്ലേ?